അതിരപ്പള്ളിയിൽ ഭീഷണിയായി പുലിയുടെ സാന്നിധ്യം. വെറ്റിലപ്പാറ എസ്റ്റേറ്റിലിറങ്ങിയ പുലി പശുവിനെ ആക്രമിച്ചു. വെറ്റിലപ്പാറ സ്വദേശി ജിജോയുടെ പശുവിനെയാണ് ആക്രമിച്ചത്. ഇന്ന് പുലർച്ചെയാണ് പുലി ഇറങ്ങിയത്. വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, വീണ്ടും അതിരപ്പള്ളിയിൽ ഒരു പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയതായി അറിയാൻ സാധിക്കുന്നു. അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ്? ഹരിത, അതിരപ്പള്ളി മേഖലയിൽ നാളുകളായി കാട്ടാനയുടെയും പുലിയുടെയും ശല്യം രൂക്ഷമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങിയ ഒരു സംഭവം നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കൃഷി ഒരു 150-ൽ പരം വാഴകൾ ഉൾപ്പെടെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നാലെയാണ് ഇന്ന് രാവിലെ വെറ്റിലപ്പാറ സ്വദേശി ജിജോയുടെ പശുവിനെ പുലി കൊന്ന് ഇട്ട സംഭവം ഉണ്ടായത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത്. രാവിലെ പശുവിനെ കാണാതായതോടെ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ചെക്ക് പോസ്റ്റിന് സമീപം പശുവിന്റെ ജഡം ജിജോ കണ്ടെത്തുന്നത്. തുടർന്ന് വനം വകുപ്പിനെ അറിയിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഈ കഴിഞ്ഞ ദിവസം നേരത്തെ 2 ദിവസം മുൻപാണ് ഇതേ സ്ഥലത്ത് തന്നെ കാട്ടാന ഇറങ്ങി വ്യാപകമായി കാർഷിക വിളകൾ ഉൾപ്പെടെ തെങ്ങുകൾ ഉൾപ്പെടെ നശിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. നാളുകൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് തന്നെ ഏഴാറ്റുമുഖം എന്ന് പറയുന്ന സ്ഥലത്ത് പുലി പശുക്കിടാവിനെ കൊന്ന് മരത്തിൽ തൂക്കിയിട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനു മുൻപ് മലക്കപ്പാറയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളോടൊപ്പം പോയ അവരുടെ 5 വയസ്സുകാരനായ മകനെ പുലി ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. നിസ്സാര പരിക്കുകളോടെ അന്ന് ആ ബാലൻ രക്ഷപ്പെടുകയായിരുന്നു. ഈ മേഖലയിൽ നിരവധി തവണ ഒരാഴ്ചയിൽ ചുരുങ്ങിയത് 2-3 ദിവസം ഇത്തരത്തിൽ കാട്ടാനയുടെ പുലിയുടെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സ്ഥലമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതിരപ്പള്ളി മുതൽ മലക്കപ്പാറ വരെയാണ് ഇത്തരത്തിൽ ആക്രമണങ്ങൾ പതിവാകുന്നത്. വിനോദസഞ്ചാരികൾ, അതുപോലെ തോട്ടം തൊഴിലാളികൾ, പ്രദേശവാസികൾ ഉൾപ്പെടെ ഏറെ ഭീതിയോടെയാണ് കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ചാലക്കുടി MLA-യുടെ നേതൃത്വത്തിൽ DFO ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരം വരെ ഉണ്ടായി. കാരണം ഇത്തരത്തിൽ വന്യമൃഗ ശല്യ വിഷയത്തിൽ വനവകുപ്പ് കൃത്യമായി വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്ന് ആരോപിച്ചാണ് അന്ന് സത്യാഗ്രഹ സമരം ബെന്നി ബെഹനാൻ MP ആണ് ഉദ്ഘാടനം ചെയ്തത്. നിരവധി കോൺഗ്രസ് പ്രവർത്തകർ, ചാലക്കുടി മുനിസിപ്പാലിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തൊരു സമരം. അതിനുശേഷമാണ് ഈ തരത്തിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചപ്പോൾ ഏറ്റവും ഒടുവിലായി ഇന്ന് പുലർച്ചെ പുലി ഇറങ്ങി പശുക്കിടാവിനെ കൊല്ലുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഈ ഒരു വന്യമൃഗ ശല്യത്തിൽ നിന്ന് വനം വകുപ്പ് വേണ്ട രീതിയിൽ ഇടപെട്ട് ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് ഈ പ്രദേശവാസികളുടെ, അതുപോലെ നാട്ടുകാരുടെ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം. ഹരിത. ശരി. അതിരപ്പള്ളിയിൽ ഭീഷണിയായി പുലിയുടെ സാന്നിധ്യം. വെറ്റിലപ്പാറ എസ്റ്റേറ്റിൽ ഇറങ്ങിയ പുലി പശുവിനെ ആക്രമിച്ചു.